ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വാർത്തയായിട്ട് തന്നെയാണ്. അതായത് ലാലൂർ ദേവസ്ഥാനത്ത് ക്ഷേത്രത്തിൽ തുള്ളലും കൽപ്പനയൊക്കെ പറയുമോ, നേരിട്ട് വരികയാണെങ്കിൽ തുള്ളി കൽപ്പന പറഞ്ഞ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇതാക്കി തരും. അത് ഇപ്പോൾ ഇല്ല. ഇനി വരും കാലങ്ങളിൽ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് പറയാനും പറ്റില്ല. ഞാൻ അത്ര അങ്ങോട്ട് ഭഗവാനായിട്ടില്ല എന്ന്, ദൈവത്തിലേക്ക് അടുത്ത് അത്രയ്ക്ക് അതായത് ഈ കൽപ്പന പറയുക എന്നുള്ളത് ഭഗവാൻ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് നമസ്കാരം, ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വാർത്തയായിട്ട് തന്നെയാണ്. അതായത് ലാലൂർ ദേവസ്ഥാനത്ത് ക്ഷേത്രത്തിൽ തുള്ളലും കൽപ്പനയൊക്കെ പറയുമോ, നേരിട്ട് വരികയാണെങ്കിൽ തുള്ളി കൽപ്പന പറഞ്ഞ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇതാക്കി തരും. അത് ഇപ്പോൾ ഇല്ല. ഇനി വരും കാലങ്ങളിൽ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് പറയാനും പറ്റില്ല. ഞാൻ അത്ര അങ്ങോട്ട് ഭഗവാനായിട്ടില്ല എന്ന്, ദൈവത്തിലേക്ക് അടുത്ത് അത്രയ്ക്ക് അതായത് ഈ കൽപ്പന പറയുക എന്നുള്ളത് അനുഗ്രഹങ്ങൾ കൊടുക്കുക, അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങളെന്നൊക്കെ പറയാം. അത്രയ്ക്കൊരു അറിവായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ അടുത്ത് എത്തിയിട്ടില്ല എന്ന് പറയാൻ ചുരുക്കം. ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഞാനെല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ഭഗവാൻ അവിടത്തേക്ക് എത്തുക അതൊന്നും എനിക്കറിയില്ലല്ലോ. ഭഗവാന് തോന്നണ്ടേ. ഭഗവാൻ നമ്മൾ പോകുന്തോറും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. അടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം അടുത്തുകൊണ്ടിരിക്കണമെന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, ഒരു 10 കാര്യം പറയണമെങ്കിൽ ആ 10 കാര്യം ശരിയാവുന്നുണ്ട്. അതായത് 100% ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു സ്വാമിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കൽപ്പനകളൊക്കെ കാര്യങ്ങൾക്കും ഇല്ല. ഇപ്പോൾ ഇനി പറയാൻ പറ്റില്ല. അതായത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇനി മഹാക്ഷേത്രങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ട്. ഒരു കാളിയാമത്തിലാണെന്ന് തോന്നുന്നു തുള്ളി ഭഗവാൻ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് കൽപ്പന പറയുന്നൊരു രീതികളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ അതില്ല, നാളെ വരില്ല എന്നും പറയാൻ പറ്റില്ല. അതായത് എന്ത് സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പം അതിനുള്ള സൗകര്യങ്ങളൊന്നൊക്കെ കുറവാണ്. പിന്നെ ഞാൻ അതിലേക്കുള്ള അറിവുകളായിട്ടില്ല, എനിക്ക് അത്രയ്ക്ക് അറിവായിട്ടില്ല. ഭഗവാൻ എൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ അത്രയ്ക്കും അറിവുള്ള ഒരു വ്യക്തിയാവുണ്ട്. ഞാൻ ഒരു എന്താ പറയുക, അതൊന്നും പറഞ്ഞു വരുന്നില്ല. അപ്പോൾ അതിലേക്ക് അത്രയ്ക്ക് അറിവായിട്ടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ തൊഴുന്നത് റോട്ടിൽ നിന്നിട്ടാണ്. കോർപ്പറേഷൻ റോട്ടിൽ നിന്നിട്ട് വേണം ഭഗവാനെ തൊഴണമെങ്കിൽ. ഇതും ഇവിടുത്തെ ഭക്തരുടെ സഹായങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു സ്ഥലം. ആരെങ്കിലും ഒന്ന് വന്നാൽ ഇരിക്കാനുള്ള ഒരു സ്ഥലവും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം ഭക്തരുടെ സൗകര്യമാണ്. പിന്നെ ഇപ്പോൾ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പുനരുദ്ധാരണമൊക്കെ ചെയ്യണമെന്നൊക്കെ തീരുമാനമായിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള സ്ഥലം ഏകദേശം കച്ചവടമായി എഗ്രിമെൻ്റൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വലിയൊരു തുക ചിലവാകുന്നതിൻ്റെ പേരിൽ എല്ലാം ഭക്തരോട് ചോദിക്കാൻ പറ്റില്ല, എപ്പോഴും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇത് തന്നെ ഇത്രയും കാര്യങ്ങൾ തന്നെ ഭക്തരുടെ സഹായം കൊണ്ടും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ സ്വാമി എന്താണ് തീരുമാനിക്കണതെന്ന് വെച്ചാൽ അത് പ്രകാരം പോട്ടെ. എനിക്ക് ആഗ്രഹം അടുത്ത സ്വാമിയുടെ ആ ഒരു തിരുനാളെന്ന് പറയണത് പ്രതിഷ്ഠാ കർമ്മത്തിന് മുൻപ് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ മഹാക്ഷേത്രത്തിൻ്റെ പട്ടികയിൽ മഹാക്ഷേത്രമാക്കി വളർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിൻ്റെ പേരിൽ അതിന് എത്ര നാളാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. അതിനുള്ള ഒരുക്കപ്പാടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നിലത്തെ സ്ഥലം കച്ചവടമായിട്ടുണ്ട്. അവർ ഇത്രയും നാൾ തരില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്. ഇനി കാശ് കൊടുത്താൽ അത് എഴുതാം. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നൊക്കെ അവിടെയുള്ള ഇപ്പോഴത്തെ നിർമ്മിതികളൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റി നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ വലിയ തുക ചിലവാകുന്ന കാര്യമായ കാരണം ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ആയി മഹാക്ഷേത്രം ആവുന്ന സമയത്ത് ഇനി എൻ്റെ കാലശേഷം ആരാ വരുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അവരുടെ കാലത്തൊക്കെ ഇനി തുള്ളലും കൽപ്പന പറയലൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇല്ല, അതാണ് എനിക്ക് പറയാൻ പറ്റുക. ഇപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് ആരും വരരുത്. ഇവിടെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ കർമ്മങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ സ്വാമിക്ക് നൈവേദ്യ കലശമാണ് പ്രാധാന്യം. നൈവേദ്യ കലശം കൊടുത്ത് കാര്യങ്ങൾ പറയുന്നവർക്കൊക്കെ ഇതുവരെ നടന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്.
1 2 പേർക്ക് 3 പേർക്കൊക്കെ നടന്നിട്ടില്ലാത്തവരും ഉണ്ടാവാം. എല്ലാം നടക്കില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, ഭഗവാനല്ലേ തീരുമാനിക്കണേ. അപ്പോൾ അതും ഉണ്ടാവാം. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യണ, കർമ്മങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നൈവേദ്യത്തിന് തരുന്നുണ്ടോ, എന്താണ് തരുന്നത്, അത് കൃത്യമായിട്ട് ഞാൻ ഭഗവാനിലേക്ക് എത്തിക്കും. അതിലൊന്നൊരു വിട്ടുവീഴ്ച ചെയ്യുക അല്ലെങ്കിൽ അതിലൊരു ഒരു എക്സ്ക്യൂസും ചെയ്യില്ല. അതൊക്കെ കൃത്യമായിട്ട് ഞാൻ ചെയ്യും. എനിക്കത് മാത്രമാണ് പറയാൻ പറ്റുക. എല്ലാവർക്കും ലാലൂർദാസാൻ മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ തുള്ളലും കൽപ്പനയൊന്നും ഇപ്പോൾ ഇല്ല.